ഏറ്റവും കൂടുതൽ അഴിമതിയും വികസനവും നടക്കുന്നത് കേരളത്തിലാണെന്ന പന്തളം സുധാകരൻ. ഒരു നാണയത്തിന്റെ രണ്ട് വശം പോലെയാണ് ഉമ്മൻചാണ്ടി സർക്കാർ അഴിമതിയും വികസനവും കൊണ്ടുപോകുന്നതെന്നും കോൺഗ്രസ് നേതാവ് കൈരളി പീപ്പിളിനോട് പറഞ്ഞു. മുംബൈയിൽ ONV അനുസ്മരണ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു മുൻമന്ത്രി പന്തളം സുധാകരൻ. കേരളം പ്രബുദ്ധമാണെന്നും ഏറ്റവും കൂടുതൽ അഴിമതിയും വികസനവും നടക്കുന്നത് കേരളത്തിലാണെന്നും ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഭരണത്തെ വിലയിരുത്തി മുൻ എക്സൈസ് വകുപ്പ് മന്ത്രി പന്തളം സുധാകരൻ പറഞ്ഞു. കേരളം പ്രബുദ്ധമാണ്. ഏറ്റവും കൂടുതൽ അഴിമതി കേസുകളും ഏറ്റവും കൂടുതൽ വികസന പ്രക്രിയയും നടക്കുന്നത് കേരളത്തിലാണ്. ഒരു നാണയത്തിൻ്റെ രണ്ട് വശം പോലെയാണ്, ഒരു വശത്ത് അഴിമതി, ഒരു വശത്ത് വികസനവും. സരിതയും ബിജു രാധാകൃഷ്ണൻ നടത്തിയ വെളിപ്പെടുത്തലുകൾ പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചിട്ടുണ്ടെന്നും പന്തളം അല്ല, ഏത് തരത്തിലുള്ള ആരോപണങ്ങളും പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ ആ പ്രതിച്ഛായ വീണ്ടെടുക്കാൻ തീർച്ചയായും ഇതുപോലുള്ള അന്വേഷണ കമ്മീഷനുകളുടെ. എന്നാൽ ആരോപണത്തിന് വിധേയരായവർ നിരപരാധിത്വം തെളിയിച്ചാൽ പ്രതിസന്ധി തരണം ചെയ്യാനാകുമെന്നും കോൺഗ്രസ് നേതാവ് കൂടിയായ പന്തളം സുധാകരൻ പ്രത്യാശ പ്രകടിപ്പിച്ചു. ഇത് ആരോപിക്കപ്പെടുന്ന മന്ത്രിമാരും പൊതുപ്രവർത്തകരും ഒന്നും മാനനഷ്ടത്തിൻ്റെ കേസ് കൊടുക്കാൻ പോകാത്തത് അവരത്ര ഗൗരവമായിട്ട് എടുക്കുന്നില്ല, സത്യമില്ല എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാത്രമല്ല, ഒരു അന്വേഷണ ഏജൻസി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ജസ്റ്റിസ് ശിവരാജൻ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ സത്യം പുറത്തു വരും. നിയമം കൊണ്ട് നടപ്പിലാക്കാൻ കഴിയുന്നതല്ല മദ്യനിരോധനമെന്നാണ് മുൻ എക്സൈസ് മന്ത്രി അഭിപ്രായപ്പെട്ടത്. നിയമം മൂലം ഒരിക്കലും അല്ലെങ്കിൽ പോലീസ് ഫോഴ്സ് ഉപയോഗിച്ച് ഒരിക്കലും ഒരു സ്ഥലത്തും ഈ മദ്യനിരോധനം നടപ്പിലാക്കാൻ കഴിയില്ല എന്നുള്ളത് സത്യമാണ്. ബോധവൽക്കരണത്തെ കൂടി മാത്രം സ്വന്തം മദ്യം വർജിക്കുക തന്നെയാണ്. കുറച്ചുനാൾ വിശ്രമിക്കാൻ മുഖ്യമന്ത്രി KM മാണിക്ക് നിർദ്ദേശം നൽകണമെന്ന് പറഞ്ഞ് ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് യാഥാർത്ഥ്യമായതിനെക്കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ പന്തളം സുധാകരൻ ഇങ്ങനെ പ്രതികരിച്ചു. ഞാനത് അദ്ദേഹത്തിനുള്ള അങ്ങേറ്റത്തെ ആദരവ് കൊണ്ട് അദ്ദേഹം കഷ്ടപ്പെടുന്നത് കണ്ടുകൊണ്ട് പറഞ്ഞതാണ്. പക്ഷെ അത് അദ്ദേഹത്തിന് കുറേ കഴിഞ്ഞപ്പോൾ അത് ബോധ്യമായി എന്നുള്ളൊരു സത്യമാണ്. മുംബൈയിൽ ഫെഡറേഷൻ ഓഫ് ആൾ ഇന്ത്യ മറുനാടൻ മലയാളി അസോസിയേഷൻ സംഘടിപ്പിച്ച ONV അനുസ്മരണ യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു കവി, ഗാനരചയിതാവ് എന്നീ നിലകളിൽ പ്രസിദ്ധനായ പന്തളം സുധാകരൻ. പ്രേംലാൽ, ന്യൂസ് ബ്യൂറോ, മുംബൈ. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ സർക്കാരിന്റെ നിലവിലെ സാഹചര്യങ്ങളെ ഒരു വിലയിരുത്തൽ കൂടിയാണ് പന്തളം സുധാകരൻ നടത്തിയിരിക്കുന്നത്. അതും വ്യക്തമായി തന്നെ, വാക്കുകളായി തന്നെ പീപ്പിൾ TVയോട് പറഞ്ഞിരിക്കുന്നു. പ്രേംലാൽ ചേർന്നുണ്ട് വിവരങ്ങളുമായി. പ്രേംലാൽ, നേരത്തെയും പല വിഷയങ്ങളിലും ഫേസ്ബുക്കിലൂടെ ആയാലും ഒരുപക്ഷെ സ്വകാര്യ സംഭാഷണങ്ങളിലായാലും ഒക്കെ തന്നെ നിലപാടുകൾ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. സർക്കാരിനെതിരെ കൃത്യമായ തന്നെ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ആളാണ് പന്തളം സുധാകരൻ. ഇന്നിപ്പോൾ വളരെ തുറന്നു തന്നെ അദ്ദേഹം പറയുന്നു, അഴിമതി, ഒപ്പം തന്നെ മദ്യനയം തുടങ്ങിയ കാര്യങ്ങളിൽ സർക്കാരിന്റെ നിലപാടുകളെ ചോദ്യം ചെയ്യുക തന്നെയാണ് അദ്ദേഹം ചെയ്യുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് പ്രേംലാൽ അദ്ദേഹം പറഞ്ഞത്? സൗമ്യ, അദ്ദേഹം വളരെ സത്യസന്ധമായാണ് ഓരോ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയത്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ തന്നെ അദ്ദേഹം പറയാതെ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു ആവറേജ് കോൺഗ്രസുകാരന്റെ വികാരം തന്നെയാണ് പന്തളം സുധാകരൻ അന്ന് പ്രകടിപ്പിച്ചത്. ഇതിൽ പ്രധാനമായിട്ട് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അഴിമതിയെ കുറിച്ചാണ് അദ്ദേഹം ഊന്നലോടുകൂടി പറഞ്ഞത്. അത് കോൺഗ്രസിന്റെ പ്രതിച്ഛായക്ക് തന്നെ വളരെയധികം മങ്ങലേൽപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഈ ഒരു പ്രഖ്യാപനം ഒരുപക്ഷെ പല കോൺഗ്രസുകാരും പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ തന്നെയാണെന്നാണ് ഒരു പൊതുവായിട്ടുള്ള അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ നമുക്ക് വ്യക്തമാകുന്നത്. ഒരുപക്ഷെ ഒരു നേതൃമാറ്റം തന്നെ പല കോൺഗ്രസുകാരും ആഗ്രഹിക്കുന്നുണ്ടെന്ന് തന്നെയാണ് ഒരു മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകനായ പന്തളത്തിന്റെ വാക്കുകളിൽ പ്രകടമാകുന്നത്. പ്രേംലാൽ, ഒരുപക്ഷെ നമുക്കറിയാം, രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന സമയത്തായാലും പിന്നീട് ദില്ലിയിൽ നടന്ന ചർച്ചകളിലായാലും ഒക്കെ തൽക്കാലം നേതൃമാറ്റം എന്നത് അല്ലെങ്കിൽ ആ വിധത്തിലുള്ള തീരുമാനങ്ങൾ ഇലക്ഷൻ കഴിയും വരെയും അതേക്കുറിച്ച് ചിന്തിക്കേണ്ട, അല്ലെങ്കിൽ അതേക്കുറിച്ച് വലിയ ചർച്ചയാക്കേണ്ട എന്നൊരു നിലപാടാണ് ഹൈക്കമാൻഡ് അടക്കം സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ പന്തളം സുധാകരനെ പോലെയുള്ള സീനിയർ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ഈ ഒരു ആവശ്യം സജീവമായി ഉണ്ട്. അത് ഒരുപക്ഷെ വരുന്ന തെരഞ്ഞെടുപ്പ് ചർച്ചകളിലെല്ലാം, പാർട്ടിയുടെ ചർച്ചകളിലെല്ലാം പ്രതിഫലിക്കുമെന്ന സൂചന കൂടി അദ്ദേഹത്തിന്റെ വാക്കുകൾ നൽകുന്നുണ്ടോ? തീർച്ചയായും. പന്തളം സുധാകരനെ പോലെ ഒരു മുതിർന്ന നേതാവ് ഇത്തരത്തിൽ ഒരു തുടർന്ന പ്രസ്താവന ഇറക്കണമെങ്കിൽ തന്നെ പൊതുവായിട്ടുള്ള ഒരു കോൺഗ്രസുകാരുടെ ഒരു വികാരം തന്നെയാണ് അദ്ദേഹം ക്യാരി ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ മനസ്സിലാക്കണം. വളരെ തുറന്ന ഒരു പറച്ചിലാണ് അദ്ദേഹം. യാതൊരുവിധ ചിന്തകളും ഇല്ലാതെ വളരെ കാര്യങ്ങൾ സത്യസന്ധമായിട്ട് തന്നെയാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ, ഈവൻ KM മാണിയുടെ കാര്യം എടുത്താൽ പോലും തന്നെ അദ്ദേഹത്തിന് വരികൾക്കിടയിലൂടെ പ്രേംലാൽ തിരികെ എത്താം. ശ്രീ ഭാസ്കരേന്ദ്ര ബാബു നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഭാസ്കരേന്ദ്ര ബാബു, ഒരുപക്ഷെ പല ഘട്ടങ്ങളിലും ശ്രീ പന്തളം സുധാകരന്റെ നിലപാടുകൾ നമുക്കറിയാം, വളരെ സ്ട്രെയിറ്റ് ആയി തന്നെ നിലപാട് എടുക്കുന്ന ആളാണ്. മറ്റു കാര്യങ്ങളൊന്നും ഭയപ്പെടാതെ അങ്ങനെ ഒരു നിലപാട് എടുക്കുന്ന വ്യക്തിയാണ്.
ശ്രീ പന്തളം സുധാകരൻ. പക്ഷേ അതിൻ്റെ എല്ലാ ലിമിറ്റേഷൻസും ഉൾക്കൊണ്ടുകൊണ്ടാണ് പലപ്പോഴും അദ്ദേഹം പ്രതികരിച്ചിട്ടുള്ളത്. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ ഇങ്ങനെയാണ് പ്രതികരണം വേണ്ടതെന്ന് അദ്ദേഹം വ്യക്തമായി കണക്ക് കൂട്ടിയിട്ടുണ്ടാകണം. കാരണം നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിൽ തന്നെ വന്ന് നിന്നാണ് അദ്ദേഹം പറയുന്നത്. അഴിമതിയും വികസനവും ഒരുമിച്ച് നടക്കുന്നത് കേരളത്തിലാണ്. മദ്യനയത്തെ പോലും, സർക്കാരിൻ്റെ മദ്യനയത്തെ പോലും ചോദ്യം ചെയ്യുന്നു. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടായിട്ടുള്ള ഒരു വെളിപാടായി, അല്ലെങ്കിൽ ഇതുവരെ ഉണ്ടായിരുന്ന ഇത്തരം ചിന്തകളുടെ ഒരു തുറന്നു പറച്ചിലായൊക്കെ വേണോ ശ്രീ പന്തളം സുധാകരന്റെ വാക്കുകളെ കാണാൻ? അല്ല, പന്തളം സുധാകരൻ അങ്ങനെ ഒരു നിലപാട് എടുക്കുമ്പം അത് തുറന്ന് പുറത്തേക്ക് വരാൻ ഇതുവരെ മടി കാണിച്ചിട്ടുള്ള ഒരു വിഭാഗത്തിന്റെ നിലപാടായി തന്നെ കാണണം. കാരണം ഇതിനു മുമ്പും അദ്ദേഹം പൂർണ്ണമായും ഔദ്യോഗിക പക്ഷത്തിന്റെ വീക്ഷണങ്ങളോട് യോജിപ്പ് പ്രകടിപ്പിച്ച ഒരാളായിരുന്നില്ല എന്ന് നമുക്കറിയാം. പലപ്പോഴും സംയമനം പാലിച്ചിരുന്നുവെങ്കിലും പൂർണ്ണമായും അത്തരം പ്രവർത്തികളോട് യോജിക്കാതെ ഒരു അകലം സൂക്ഷിച്ചയാളാണ് പന്തളം സുധാകരൻ. ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി വരുന്നില്ല. 3 പേരിൽ ഒരാളാണ് അദ്ദേഹം. ഇനി മുതൽ അങ്ങോട്ട് പന്തളം സുധാകരൻ അഴിമതി വികസന നിലയ്ക്ക് പ്രശ്നത്തിൽ അവതരിപ്പിക്കുന്നത് വഴി വികസനവും കരുതലും എന്നാണ് ഇതിനു മുമ്പ് നാം ഇതേക്കുറിച്ച് കേട്ടിരുന്നത്. കൃത്യമായി ഉമ്മൻചാണ്ടിക്കെതിരെ ഒരു പുതിയ നീക്കം തന്നെയാണ് നടക്കാൻ പോകുന്നത്. അങ്ങനെ വരുമ്പം ഉമ്മൻചാണ്ടി അതിനു മുമ്പ് മറ്റു ചില കാര്യങ്ങൾ വരുന്നുണ്ട്. കാരണം രാഹുൽ ഗാന്ധി വെച്ചിരിക്കുന്നത് ആക്ഷേപം കളങ്കിതരായ ആൾക്കാരെ സത്യത്തിൽ ഉണ്ടാകരുത് എന്നറിയാൻ. അപ്പം കളങ്കിതർ പട്ടികയിൽ ഉണ്ടാകാതിരിക്കുക. ഇപ്പോഴാകട്ടെ ഉമ്മൻചാണ്ടിക്കെതിരെ കേരളത്തിൽ തന്നെ തുറന്ന് അഭിപ്രായം പറയുന്ന ആളുകൾ രംഗത്തേക്ക് വരിക, ഏകപക്ഷീയമായി നയിക്കാമെന്ന വ്യാമോഹം ഉമ്മൻചാണ്ടിക്ക് ഇല്ലാതായിരിക്കുക. ഇതെല്ലാം കൂടി വായിക്കുമ്പോൾ ഒരുപക്ഷെ ഉമ്മൻചാണ്ടിക്ക് എത്രത്തോളം എന്താ പറയാ ഇതിനകത്ത് കാൻഡിഡേറ്റ്സിനെ തീരുമാനിക്കുന്ന കാര്യത്തിൽ പോലും സംഭവിക്കാൻ പോകുന്നു എന്നതിന്റെ സ്പഷ്ടമായ തുറന്ന സൂചനയായി നമുക്ക് പന്തളം സുധാകരന്റെ ഈ സമയത്തെ നിലപാട് വ്യാഖ്യാനിക്കാം. ഒരുപക്ഷെ ശ്രീ ഭാസ്കരൻ താങ്കൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ വളരെ ഡയറക്റ്റ് ആയി തന്നെ പറയാൻ അദ്ദേഹം തയ്യാറായിരിക്കുന്നു. ഒരു ഭാഗത്ത് ഒരു കളക്ടീവ് ലീഡർഷിപ്പുമായാണ് പാർട്ടി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് എന്ന് പറയുമ്പോഴും ഉമ്മൻചാണ്ടി മാറ്റി നിർത്തപ്പെടും, അവിടെ ഇനി ഉമ്മൻചാണ്ടി എന്ന വ്യക്തിയെ ഭയപ്പെട്ട് നിൽക്കേണ്ടതില്ല എന്ന ഉറച്ച ഒരു തീരുമാനം പന്തളം സുധാകരൻ എടുക്കുന്ന ഒരു സാഹചര്യം കൂടി പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അല്ല, അതിനകത്ത് ഉമ്മൻചാണ്ടി ഇതുവരെ സത്യത്തിൽ നിലനിന്നിരുന്നത് കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് ഗൗരവതരമായ വിയോജിപ്പുകൾ വരാത്തതുകൊണ്ടാണ്. ഏതെല്ലാമോ നിലവാരത്തിൽ ഗ്രൂപ്പ് പറയുന്നത് ഉമ്മൻചാണ്ടിയാകുമ്പോൾ അദ്ദേഹം എല്ലാവരെയും ഒരു നിലവാരം യിരുന്നു. പക്ഷെ ഡൽഹിയിൽ നിന്ന് അദ്ദേഹത്തിന് ഏകപക്ഷീയമായ ഒരു മുൻതൂക്കം നൽകാതിരിക്കുന്നു. 3 പേരിൽ ഒരാളായി മാത്രം അദ്ദേഹം മാറിയിരിക്കുന്നു. ഈ ഒരുപക്ഷെ ഉമ്മൻചാണ്ടിയെ പൂർണ്ണമായും നീക്കത്തിന്റെ ഭാഗമായി നമുക്ക് കാണാവുന്നതാണ്. കോൺഗ്രസിന്റെ ഒരു രീതി തന്നെയാണല്ലോ സൗമ്യ. ഉദാഹരണത്തിന് വിഭാഗം. വളരെ നന്ദി ശ്രീ ഭാസ്കരേന്ദ്ര ബാബു ഈ അവസരത്തിൽ നമ്മോട് സംസാരിച്ചതിന്. അഴിമതിക്കെതിരെ നേരത്തെ മുതൽക്ക് തന്നെ സർക്കാരിന്റെ നിലപാടുകൾക്കെതിരെ പരസ്യമായും ഒരുപക്ഷെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വരെയും രംഗത്തെത്തിയ പന്തളം സുധാകരൻ ഇന്ന് പീപ്പിൾ ടിവിയുടെ ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് പറയുകയാണ് അഴിമതിയും വികസനവും ആണ് കേരളം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. മദ്യനയമല്ല, മദ്യനയത്തിലെ അദ്ദേഹം തിരുത്തുകയും ചെയ്യുന്നു. മദ്യനിരോധനമല്ല, മദ്യവർജനമാണ് വേണ്ടത് എന്ന വ്യക്തമായ വാക്കുകളിലൂടെ ശ്രീ പന്തളം സുധാകരൻ പറയുമ്പോൾ അത് ചില സൂചനകളാണ്. വരും ദിവസങ്ങളിൽ കോൺഗ്രസ് രാഷ്ട്രീയം ഇളകി മറിയാൻ പോകുന്നതിന്റെ ആദ്യ പടിയെന്നോണം വേണം പന്തളം സുധാകരന്റെ വാക്കുകളെ കാണാൻ. ലാവ്ലിൻ കേസിൽ സർക്കാർ ഉപഹർജി നൽകിയതിൽ ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും തമ്മിൽ ഭിന്നത. ഉപഹർജി നൽകിയത് ആഭ്യന്തര വകുപ്പിന്റെയും നിയമവകുപ്പിന്റെയും നിർദ്ദേശം മറികടന്ന് കേസിൽ ഹൈക്കോടതിയെ സമീപിക്കേണ്ട എന്ന് ചെന്നിത്തല നോട്ട് എഴുതിയിരുന്നു. ഉദ്യോഗസ്ഥരുടെ നോട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ചെന്നിത്തലയുടെ നിലപാട്. അതേസമയം ഉപഹർജി നൽകേണ്ടതില്ലെന്ന് ആഭ്യന്തരമന്ത്രി നിർദ്ദേശം നൽകിയതായി തനിക്കറിയില്ല എന്നാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത്. ആരാണ് നൽകിയതെന്ന് തനിക്കറിയില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. ലാവ്ലിൻ കേസ് വിചാരണ നടത്തണമെന്ന CBIയുടെ റിവിഷൻ ഹർജി വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് ഉപഹർജി നൽകാൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ T. ആസിഫ് അലി നിയമവകുപ്പിൽ നിന്ന് അനുമതി തേടി. ഇക്കാര്യത്തിൽ നിയമവകുപ്പിന്റെ നിലപാട് വ്യക്തമാക്കി നിയമ സെക്രട്ടറി ആഭ്യന്തര സെക്രട്ടറിക്ക് കുറിപ്പ് നൽകി. കേസിൽ പ്രോസിക്യൂട്ടിംഗ് ഏജൻസി CBI ആണെന്നും CBI സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ഏജൻസി അല്ലെന്നും ഇക്കാരണത്താൽ സത്യവാങ്മൂലം നൽകാൻ കഴിയില്ലെന്നുമായിരുന്നു നിയമോപദേശം. ഇക്കാര്യം ആവർത്തിച്ച് വ്യക്തമാക്കി ആഭ്യന്തര സെക്രട്ടറി ആഭ്യന്തരമന്ത്രിക്ക് കുറിപ്പും നൽകി.
ഇരു സെക്രട്ടറിമാരുടെയും കുറിപ്പുകളുടെ അടിസ്ഥാനത്തിൽ സർക്കാർ ഉപഹർജി നൽകേണ്ടതില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർദ്ദേശിച്ചു. എന്നാൽ 3 പേരുടെയും റിപ്പോർട്ടുകൾ അവഗണിച്ചാണ് പിന്നീട് സർക്കാർ ഹൈക്കോടതിയിൽ ഉപഹർജി നൽകിയത്. ഉപഹർജി നൽകേണ്ടതില്ലെന്ന് ആഭ്യന്തരമന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു എന്ന ചോദ്യത്തിന് അറിയില്ലെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, എനിക്കറിയത്തില്ല. പിന്നെ ആരാണ് ഉപഹർജി നൽകിയത് എന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെയും. പിന്നെ ആരാ പോയത്? പിന്നെ ആരാ? എനിക്കറിയില്ല. ഇതായിട്ടുള്ള ഇല്ലില്ല. അതിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കൂടുതൽ അറിയത്തില്ല. അപ്പം പിന്നെ ഞാൻ അറിയാത്ത കാര്യത്തെക്കുറിച്ച് ഞാനെങ്ങനെയാണ് പറയുന്നത്? ഉപഹർജി നൽകാൻ ചരടുവലികൾ നടത്തിയ DGP ആസിഫ് അലി വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുള്ള ആളാണെന്ന് വ്യക്തമാവുകയാണ്. 1986 മുൻ മുഖ്യമന്ത്രി EK നായനാർക്കെതിരെ മത്സരിച്ച് പരാജയപ്പെടുകയും അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ കാര്യങ്ങൾ നോക്കാൻ പ്രതിനിധിയെ വച്ചത് ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യുകയും ചെയ്ത വ്യക്തി കൂടിയാണ് ആസിഫ് അലി. 1500 രൂപ EK നായനാർക്ക് നഷ്ടപരിഹാരം ഉൾപ്പെടെ നൽകി ഹർജി അന്ന് കോടതി തള്ളുകയും ചെയ്തിരുന്നു. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നീക്കങ്ങളായിരുന്നു ഉപഹർജിക്ക് പിന്നിലെന്ന് രേഖകളിലൂടെ തന്നെ വ്യക്തമാവുകയുമാണ്. KG ദിനകർ, തിരുവനന്തപുരം. അഡ്വക്കേറ്റ് ജനറൽ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നു. എറണാകുളം ഗസ്റ്റ് ഹൌസിലാണ് കൂടിക്കാഴ്ച. ലാവ്ലിൻ കേസിലെ കോടതി പരാമർശത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു കൂടിക്കാഴ്ച. വിവരങ്ങളുമായി ഡാനി പോൾ ചേർന്നുണ്ട്. ഡാനി, തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് കൊണ്ടുവന്ന ഈ ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട് വലിയ തിരിച്ചടി സർക്കാരിന് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് കൂടിക്കാഴ്ച നിർണായകമാകുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? സൗമ്യ, ഇന്ന് രാവിലെയാണ് മുഖ്യമന്ത്രിയും അഡ്വക്കേറ്റ് ജനറൽ KP ദണ്ഡപാണിയും തമ്മിൽ എറണാകുളം ഗസ്റ്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തിയത്. ഇന്ന് മുഖ്യമന്ത്രിക്ക് വിവിധ പരിപാടികൾ എറണാകുളം ജില്ലയിലുണ്ട്, പ്രത്യേകിച്ച് കൊച്ചിയിൽ. ഇത് സംബന്ധിച്ചാണ് അദ്ദേഹം ഗസ്റ്റ് ഹൌസിലേക്ക് എത്തിയത്. രാവിലെ 8 മണിയോടെ ആരംഭിച്ച കൂടിക്കാഴ്ച ഏതാണ്ട് 20 മിനിറ്റോളം നീണ്ടുനിന്നു. പ്രധാനമായും 2 വിഷയങ്ങളിൽ സമീപ ദിവസങ്ങളിൽ തന്നെ കോടതിയിൽ നിന്ന് സർക്കാരിന് തിരിച്ചടിയേറ്റിരുന്നു, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്ക് തന്നെയും. അതിൽ ലാവ്ലിൻ കേസും പാമോയിലിൻ കേസും സംബന്ധിച്ചുള്ള വിഷയങ്ങളുണ്ട്. പാമോയിലിൻ കേസിൽ തൃശൂർ വിജിലൻസ് കോടതിയിൽ നിന്നേറ്റ പരാമർശങ്ങളാണ് മുഖ്യമന്ത്രിക്ക് നേരെയുണ്ടായ കടുത്ത പരാമർശങ്ങൾ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇത് വളരെ ദൂഷ്യം ചെയ്യുന്ന രീതിയിലേക്ക് മാറും എന്നുള്ള ഒരു തിരിച്ചറിവിൽ തന്നെയാണ് AGയുമായി ചർച്ച നടത്തിയെന്ന് അറിയുന്നു. കാരണം ഈ പരാമർശങ്ങൾ നീക്കിക്കിട്ടേണ്ട ഒരു ആവശ്യത്തിലേക്ക് അടുത്ത നടപടികൾ എന്താ എന്നത് സംബന്ധിച്ചുള്ള ഒരു ചർച്ച ഇരുവരും പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കേസിൽ കൂടി തിരിച്ചടി ഉണ്ടായത്. ലാവ്ലിൻ കേസ് സംബന്ധിച്ച് ഹൈക്കോടതിയുടെ കടുത്ത നിരീക്ഷണങ്ങൾ തന്നെയാണ് ഉണ്ടായത്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരം ഒരു നീക്കം നടത്തുന്നത് എന്ന് വളരെ വ്യക്തമായ ഒരു സാഹചര്യത്തിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ തന്നെ കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നു. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന് തന്നെ നടപടിയെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക്, അദ്ദേഹത്തിന്റെ നിലപാടുകൾ സംശയിക്കുന്ന രീതിയിലേക്ക് ഹൈക്കോടതിയിൽ നിന്ന് പരാമർശങ്ങളുണ്ട്. ഇതെല്ലാം തന്നെയും സർക്കാരിനും മുഖ്യമന്ത്രിക്കും ഏറ്റ വലിയ തിരിച്ചടികൾ തന്നെയാണ്. അതും കോടതിയിൽ നിന്ന് തന്നെ ഉണ്ടായിരിക്കുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ പരാമർശങ്ങളിൽ കൃത്യത വരുത്തേണ്ടതുണ്ട്. വിജിലൻസ് കോടതി നേരത്തെ പരാമർശങ്ങൾ നീക്കം ചെയ്യേണ്ടതുണ്ട്. അതല്ലെങ്കിൽ ലാവ്ലിൻ കേസ് 2 മാസത്തിന് ശേഷമാണ് പിന്നീട് പരിഗണിക്കുക. ഇത്തരം കാര്യങ്ങളിൽ ഒരു തുടർ നടപടികൾ എന്താ എന്നുള്ളത് ചർച്ച ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഇന്ന് AGയുമായിട്ടുള്ള കൂടിക്കാഴ്ച നടന്നത്. 20 മിനിറ്റോളം കൂടിക്കാഴ്ചകൾ നീണ്ടുനിന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി തന്റെ മറ്റു പരിപാടികളിലേക്കായി ഗസ്റ്റ് ഹൌസിൽ നിന്ന് ഇറങ്ങുകയും ചെയ്തു. സൗമ്യ, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. ലാവ്ലിൻ കേസിൽ ഉമ്മൻചാണ്ടിക്കെതിരെ KPCC ജനറൽ സെക്രട്ടറി PM സുരേഷ് ബാബു കേസിൽ പിണറായി വിജയനെ വ്യക്തിപരമായി തേജോവധം ചെയ്യാൻ ശ്രമിച്ചത് ശരിയായില്ലെന്ന് സുരേഷ് ബാബു അഭിപ്രായപ്പെട്ടു. ഹൈക്കോടതിയിൽ ഉപഹർജി നൽകിയ ഉമ്മൻചാണ്ടിയുടെ നീക്കം പിണറായിയെ വ്യക്തിപരമായി തേജോവധം ചെയ്യാനായിരുന്നുവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പീപ്പിളിന്റെ ന്യൂസ് ആൻഡ് വ്യൂസിലായിരുന്നു സുരേഷ് ബാബുവിന്റെ വിമർശനം. വ്യക്തിപരമായ തേജോവധത്തിലൂടെ രാഷ്ട്രീയത്തെ കാണരുത് എന്ന് വിശ്വസിക്കുന്ന ഒരു തത്വസമിതിയുടെ പ്രവർത്തകനാണ് ഞാൻ. അത് ഇടതുപക്ഷത്തിലാണ് പക്ഷെ വ്യക്തിപരമായ താല്പര്യങ്ങൾ ഇതിനകത്ത് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഒരു തത്വസംഹിതയുള്ള പാർട്ടിയിലാണ് അങ്ങ് അതിൽ വിശ്വസിക്കുന്നു. പക്ഷെ വ്യക്തിപരമായി തന്നെ ഈ തേജോവധം ചെയ്യാനുള്ള കാര്യങ്ങൾ ആരൊക്കെയോ ചെയ്യുന്നതിന് ഉത്തരവാദിത്വം താങ്കളെപ്പോലുള്ളവർക്ക് വേണ്ട എന്നാണ് താങ്കൾ പറഞ്ഞതിൻ്റെ അർത്ഥം. മുൻപും അത് താങ്കൾ ചർച്ചകളിൽ പങ്കെടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഇത് ആരെങ്കിലും കുറച്ചുപേർ ചേർന്നിരുന്ന് ആലോചിച്ച് തേജോവധം ചെയ്യാൻ ശ്രമിക്കുന്നത് കൊണ്ടുണ്ടാകുന്നതാണോ? അല്ല, ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് ഇന്നത്തെ കോടതി വിധി യുക്തിസഹമായ ഒരു കോടതി വിധിയാണ്. അത് ഞാൻ എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായി അംഗീകരിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പറഞ്ഞു. അതായത് ഞാൻ പറഞ്ഞത്, അതിനകത്ത് അസംഷൻസ് ആൻഡ് പ്രിസംഷൻസ് വെച്ചുകൊണ്ടാണ് ഇത്തരമൊരു നിഗമനത്തിലെത്തുന്നത്.
പക്ഷെ സാഹചര്യങ്ങൾ അത്തരമൊരു നിഗമനത്തിലെത്താൻ സഹായകരമായത് എന്ന കാര്യം ഞാൻ സമ്മതിക്കുന്നതോടൊപ്പം അല്ല, ഞാൻ അങ്ങനെ വ്യക്തിപരമായി ശ്രീ പിണറായിയെയോ മറ്റേതെങ്കിലും ഒരാളെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയ ആശയങ്ങളെ എതിർക്കാൻ കോൺഗ്രസ്കാർക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. കോൺഗ്രസിന്റെ പ്രത്യയശാസ്ത്രത്തെ എതിർക്കാൻ കമ്മ്യൂണിസ്റ്റുകാരന്റെ കയ്യിലുമുണ്ടല്ലോ. അത് നടത്തിപ്പിന്റെ വശം വന്നു കഴിഞ്ഞാൽ നടത്തിപ്പിലെ വീഴ്ച ചൂണ്ടിക്കാണിച്ച് ഭരണകൂടത്തിനെതിരായും പ്രതിപക്ഷത്തിനെതിരായും പറയാൻ നമുക്കൊരുപാട് കാരണങ്ങളുണ്ടല്ലോ. അതിനകത്ത് എന്തിന് വ്യക്തികളെ കടത്തിവിടണം? അതാണ് ഞങ്ങളുടെയൊക്കെ ചോദ്യം. ഞാനൊക്കെ കാലാകാലമായി എടുത്തു വരുന്നൊരു നിലപാട് അതാണ്. വ്യക്തികളെ ഇതിനകത്ത് കടത്തിവിടേണ്ടുന്നൊരു കാര്യമില്ല, അത് അനാവശ്യമാണ്. അത് അത്തരമൊരു കാര്യം. അതുകൊണ്ട് തന്നെ ശ്രീ പിണറായിയെ രാഷ്ട്രീയമായി ആക്രമിക്കാൻ അവസരം നഷ്ടപ്പെട്ടു എന്ന ചിന്തയിൽ ഞാൻ നിൽക്കുന്നില്ല. അങ്ങനെ ചിന്തിച്ച ആളുകളാണല്ലോ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്നുള്ളത് കൊണ്ട് അവർക്കെതിരെയുള്ള നീക്കം നിങ്ങളുടെ ചർച്ചകളിൽ വരും. അത് സ്വാഭാവികമാണ്, ഒരു ശുദ്ധീകരണത്തിന്റെ ഭാഗമാണ് അങ്ങ് പറയുന്ന ഭാഷയിലാണെങ്കിൽ. തീർച്ചയായിട്ടും അത് വരും. അത് വരണം. അതിനകത്ത് എന്തെങ്കിലും പിഴവുകളുണ്ടല്ലോ. പീപ്പിൾ എക്സ്ക്ലൂസീവ് മൈക്രോ ഫിനാൻസ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളിക്കുമെതിരെ പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. ചെങ്ങന്നൂർ ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് കേസെടുത്തത്. വ്യാജരേഖകൾ ചമച്ച് 2013-14 കാലഘട്ടത്തിൽ 3 കോടി രൂപ തട്ടിയെടുത്തുവെന്ന പരാതിയെ തുടർന്നാണ് കേസ്. FIRന്റെ പകർപ്പ് പീപ്പിളിന് ലഭിച്ചു. ഫൈനാൻസ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിലാണ് SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ 1ാം പ്രതിയും തുഷാർ വെള്ളാപ്പള്ളിയെ 2ാം പ്രതിയുമാക്കി ചെങ്ങന്നൂർ പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്. ചെങ്ങന്നൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് കേസെടുത്തത്. 2013-14 കാലഘട്ടത്തിൽ വെള്ളാപ്പള്ളിയും തുഷാർ വെള്ളാപ്പള്ളിയും അടക്കം 15 പേർ ചേർന്ന് മൈക്രോ ഫൈനാൻസിന്റെ മറവിൽ വ്യാജരേഖകൾ ചമച്ച് 3 കോടി രൂപ തട്ടിയെടുത്തുന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ്. SN ട്രസ്റ്റ് ബോർഡ് മെമ്പറും ചെങ്ങന്നൂർ SNDP മുൻ കൗൺസിലറുമായ സുനിൽ വള്ളിയാണ് പരാതിക്കാരൻ. മൈക്രോ ഫൈനാൻസ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട പരാതി പോലീസിന് നൽകിയിട്ടും നടപടി സ്വീകരിക്കാത്തതിനെ തുടർന്നാണ് പരാതിക്കാരൻ കോടതിയെ സമീപിച്ചത്. മൈക്രോ ഫൈനാൻസ് യൂണിറ്റിന്റെ മറവിൽ കൺവീനർ, ജോയിന്റ് കൺവീനർ എന്നിവരുടെ വ്യാജരേഖകൾ സമർപ്പിച്ച് യൂണിയൻ ബാങ്ക് കിടങ്ങന്നൂർ ശാഖയിൽ നിന്നും 4 ലക്ഷം രൂപ വായ്പയെടുത്തിരുന്നു. വായ്പയ്ക്കായി ഉപയോഗിച്ച വ്യാജരേഖകൾ പരാതിക്കാരൻ കോടതിയിൽ ഹാജരാക്കി. ഇത് പരിഗണിച്ച കോടതിയാണ് കേസെടുക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയത്. മനഃപൂർവ്വമുള്ള ഗൂഢാലോചന, തട്ടിപ്പ്, പൊതുഖജനാവിന് നഷ്ടമുണ്ടാക്കൽ തുടങ്ങി ഇന്ത്യൻ പീനൽ കോഡിലെ 120B, 406, 420, 465, 468, 477, 471, 34 വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. വെള്ളാപ്പള്ളിയുടെ അനുവാദത്തോടെ ഓഡിറ്റോറിയം നിർമ്മിക്കുന്നതിനായി 95 ലക്ഷം രൂപ വ്യാജരേഖകൾ ചമച്ച് തുഷാർ വെള്ളാപ്പള്ളി തട്ടിയെടുത്തതായും പരാതിയിലുണ്ട്. അടൂർ SNDP യൂണിയന്റെ കീഴിൽ നടന്ന തട്ടിപ്പിന് സമാനമായ തട്ടിപ്പാണ് ചെങ്ങന്നൂരിലും അരങ്ങേറിയതെന്നാണ് പരാതിയിൽ പറയുന്നത്. ലെസ്ലി ജോൺ, ഇടുക്കി. സംഗീത രംഗത്തെ കുലപതികളെ ആദരിക്കുന്നതിനായിരുന്നു സ്വർലയ കൈരളി ഗന്ധർവ സന്ധ്യ പുരസ്കാരദാന ചടങ്ങ്. ലെജൻഡറി പുരസ്കാരം ഉഷ ഉതുപ്പും, സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ജെറി അമൽദേവും വാണി ജയറാമും സ്വർലയ കൈരളി യേശുദാസ് അവാർഡ് ഔസേപ്പച്ചനും ഏറ്റുവാങ്ങി. അനശ്വര കവി ONVയുടെ സ്മരണകൾ അലയടിച്ചുയരുന്ന വേദിയിൽ ഇന്ത്യൻ സംഗീതത്തിലെ 4 അസാമാന്യ പ്രതിഭകൾ ആദരിക്കപ്പെട്ടപ്പോൾ ധന്യമായത് മലയാള സംഗീതം തന്നെയാണ്. മധുര 16-ലെത്തിയ ഗന്ധർവ സന്ധ്യയുടെ അവാർഡ് നിശ സമാനതകളില്ലാത്ത അനുഭവമായി മാറുകയായിരുന്നു. ലെജൻഡറി അവാർഡ് വിഖ്യാത പോപ്പ് ഗായിക ഉഷ ഉതുപ്പും, ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് വാണി ജയറാമും ജെറി അമൽദേവും, സ്വർലയ കൈരളി യേശുദാസ് അവാർഡ് ഔസേപ്പച്ചനും യേശുദാസിൽ നിന്ന് ഏറ്റുവാങ്ങി. അവാർഡ് ഏറ്റുവാങ്ങിയവരെല്ലാം മറുപടി പറഞ്ഞത് സംഗീതത്തിൻ്റെ ഭാഷയിൽ തന്നെ. സ്വരം പൂവിടും ഗാനമേ ഈ വീണയിൽ നീ അനുപല്ലവി ഒരു കുടന്ന നിലാവിൻ്റെ കുളിരു കോരി നെറുകയിൽ അരുമയായി കുടഞ്ഞതാരോ. മലയാളികളുടെ സംഗീത കാമനകളിൽ തേന്മഴ പെയ്തിറങ്ങിയ വാണി ജയറാം യേശുദാസ് ഡ്യുവറ്റ് ശബ്ദം ഒരിക്കൽ കൂടി വേദിയിൽ മുഴങ്ങിയപ്പോൾ സദസ്സിൽ നിലയ്ക്കാത്ത കരഘോഷം ഉയർന്നു. പൂക്കൾ, പനിനീർ പൂക്കൾ, ഈണം കിളിതന്നീണം, നീയും കേൾക്കുന്നുണ്ടോ?
ആയിരം കണ്ണുമായി എന്ന ഗാനം അമേരിക്കൻ സംഗീതജ്ഞൻ ഗ്രേസി ആലപിച്ചത് വിസ്മയകരമായ ഒരു അനുഭവമായി. ചടങ്ങിന് കൊഴുപ്പേകാൻ റിമ കല്ലിങ്ങിന്റെ നൃത്തവും മറ്റനുബന്ധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. MA ബേബി MLA, മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ജോൺ ബ്രിട്ടാസ്, മേയർ VK പ്രശാന്ത്, സ്വർലയ ഭാരവാഹികളായ രാജ്മോഹൻ, EM നജീബ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.